ഇനി രാജ്യത്തെ വാഹനങ്ങൾ ആൽക്കഹോളിൽ ഓടിക്കാം. കരട് നിയമങ്ങൾ ഉടനെ പുറത്തിറക്കാനാണ് കേന്ദ്ര നീക്കം. പെട്രോളിന് പകരം ഭൂരിഭാഗവും ആൽക്കഹോൾ അതായത് എത്തനോൾ ഉപയോഗിച്ച് ഓടിക്കാനുള്ള നിർണായക നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പെട്രോളിൽ 20% എത്തനോൾ അടങ്ങിയിരിക്കുന്ന E20 ഒഴിവാക്കി ഇന്ത്യയിലെ വാഹനങ്ങൾ ഉടനെ തന്നെ ആൽക്കഹോൾ കൂടുതൽ അടങ്ങിയ ഇന്ധനത്തിൽ പ്രവർത്തിക്കും. 85% വരെ എത്തനോളും 15% പെട്രോളും അടങ്ങിയ മിശ്രിതമായ E85 കരട് നിയമങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കാൻ പോകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്താകെ എണ്ണ പ്രതിസന്ധി പിടിമുറുക്കിയിരിക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യം ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലയ്ക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ധന ഇറക്കുമതി വെട്ടിക്കുറക്കാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനായിട്ടാണ് ഇതിന് വിലയിരുത്തുന്നത്. E85 പുറത്തിറക്കാനുള്ള കരട് നിയമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. E85 അഥവാ ഫ്ലെക്സ് ഇന്ധനത്തിന് എഞ്ചിൻ മാറ്റങ്ങൾ ആവശ്യമാണ്. 2 വർഷത്തിനുള്ളിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും E20 പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കിയിരുന്നു. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നടപടികളെ തുടർന്ന് ആഗോളതലത്തിൽ ഉടലെടുത്ത ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഇത് കണക്കാക്കുന്നത്. ഫ്ലെക്സ് ഫ്യൂവൽ പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാരും വാഹന നിർമ്മാതാക്കളും തമ്മിൽ ഇതിനോടകം ധാരണയായിട്ടുണ്ട്. പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായതായും വരും വർഷങ്ങളിൽ ഇത് പ്രാവർത്തികമാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കരിമ്പ്, ചോളം, മറ്റ് ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോൾ പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി മലിനീകരണം ഗണ്യമായി കുറക്കുന്നതുമാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി 100% എത്തനോളിൽ ഓടുന്ന കാർ നേരത്തെ പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം വിദേശ നാണയ ലാഭത്തിനും കർഷകരുടെ വരുമാന വർധനവിനും വഴി തുറക്കും. എങ്കിലും ഉയർന്ന അളവിൽ എത്തനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കാൻ നിലവിലെ എഞ്ചിനുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. E85 ഇന്ധനത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ച ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ മാത്രമേ ഈ ഇന്ധനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ പെട്രോൾ എഞ്ചിനുകളിൽ ഇത് ഉപയോഗിക്കുന്നത് എഞ്ചിൻ തുരുമ്പെടുക്കാനും പ്രവർത്തനക്ഷമത കുറയ്ക്കാനും കാരണമാകും. അതിനാൽ പുതിയ തരം എഞ്ചിനുകൾ നിർമ്മിക്കാൻ വാഹന നിർമ്മാതാക്കളോട് സർക്കാർ ആവശ്യപ്പെടും. പെട്രോൾ പമ്പുകളിൽ E20 പുറമെ E85 വിതരണം ചെയ്യുന്നതിനായി എണ്ണ കമ്പനികൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായി വരും. ഫ്ലെക്സ് അല്ലാത്ത വാഹനങ്ങളിൽ E85 ആകസ്മിക ഉപയോഗം തടയുന്നതിന് ഉപഭോക്താക്കളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തേണ്ടതും അനിവാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കം ആഗോള ഊർജ പ്രതിസന്ധിക്കിടയിൽ കരുത്താകുമെന്ന് ഉറപ്പാണ്.